കൈത്ത രണ്ടാം ഞായർ ലൂക്ക 15:11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. മനോഹരമായൊരു സുവിശേഷ ഭാഗമാണ് ഇന്ന് നമുക്ക് ശ്രവിക്കുവാനുള്ളത്. ഈ ഉപമയിൽ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ കൂടിയുണ്ട്. ധൂർത്തപുത്രന് കൂടാതെ വിശ്വസ്തനെന്ന് വിശേഷിക്കപ്പെടുന്ന, എന്നാൽ അവസാനം ആരോപണങ്ങളും പരാതികളും കൊണ്ട് ശുഭാപ്തി പര്യാസായി ആകേണ്ട കഥയ്ക്ക് മറ്റൊരു മാനം കൊടുക്കുന്ന സഹോദരനും, സ്വാതന്ത്ര്യവും സ്നേഹവും കരുണയും ആദ്യം മുതൽ അവസാനം വരെ പങ്കിടുന്ന പിതാവും. അതിനാൽ ധൂർത്തപുത്രൻ്റെ ഉപമ എന്നതിന് പകരം പുതിയൊരു ശീർഷകം കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ദൈവിക കരുണയുടെ കഥയാണിത്. ആദ്യം മുതൽ അവസാനം വരെ മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയും വഴിപിരിയലും ആവിഷ്കരിക്കുന്ന കഥ കൂടിയാണിത്. അതിന് വിപരീതമായ അടിമത്തത്തിൻ്റെ മനോഭാവവും കഥയിൽ ആകമാനം പ്രകടമാകുന്നുണ്ട്. അത് മൂത്ത സഹോദരനാണ് കൂടുതലും വെളിപ്പെടുത്തുന്നത്. കഥ കേട്ട ശേഷം കഥ പറഞ്ഞവൻ്റെ മുഖത്ത് നോക്കിയാൽ കഥയിലെ 3 പേരുടെയും മുഖഭാവങ്ങൾ മാറി മാറി പ്രത്യക്ഷപ്പെടുന്നത് കാണാം. എന്നാൽ കരുണാർദ്ര സ്നേഹമാണ് അവസാനം വരെ വ്യക്തമായി നിലനിൽക്കുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ് അതെന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു ഗുരുവിൻ്റെയും ഒരു പിതാവിൻ്റെയും, കഥയിലില്ലാത്ത ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെയും സാന്നിധ്യമാണ് അവസാനം വരെ തങ്ങി നിൽക്കുന്നത്. നമുക്കേവർക്കും സുപരിചിതമായ ഈ ഉപമ ധ്യാനാത്മക മനോഭാവത്തോടെയാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ തങ്ങളെ തന്നെ ഓരോരുത്തരും ഈ ഉപമയിൽ കണ്ടെത്തും. അതുതന്നെയാണ് കർത്താവ് ഈശോ ഈ ഉപമാവിഷ്കാരത്തോടുകൂടെ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും. എല്ലാവർക്കും ചിന്താവിഷയമാക്കാവുന്ന ഈ കഥയ്ക്ക് ഒരു സാർവത്രികതയുണ്ട്. മനുഷ്യകുലത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കഥയാണിത്. മനുഷ്യ കൂട്ടായ്മയെക്കുറിച്ചുള്ള ആഴമായ ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു കഥയാണ് ഈ ഉപമ. വിധി പറയുവാൻ അവസാനം വരെ കാത്തിരിക്കണമെന്നാണ് കഥ സൂചിപ്പിക്കുന്നത്. ജീവിത സൗഭാഗ്യത്തെ തേടിയുള്ള മനുഷ്യജീവിതം അലച്ചിലിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഒത്തുതീർപ്പിലൂടെയുള്ള കണ്ടെത്തലിൻ്റെയും കഥയാണെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തും. കഥയിലെ ഒരു കഥാപാത്രമായി നമ്മെ തന്നെ നമ്മൾ തിരിച്ചറിയുമ്പോൾ കഥാവസാനം വരെ ഏറ്റുപറച്ചിലുണ്ടാകണം. അപ്പോഴാണ് ഒരുവൻ സ്വയം കണ്ടെത്തുന്നത്. സ്വന്തം ഭവനത്തിൻ്റെ കണ്ടെത്തലാണ് ശുഭാപ്തി പര്യാവസായിയാകുന്ന ഈ കഥ. ജീവിതം പങ്കിടാനുള്ളതാണ് എന്ന് കഥ ഏവരെയും ബോധ്യപ്പെടുത്തുന്നു. പങ്കിടുന്നതിലൂടെയാണ് ജീവിതം പൂർണ്ണമാകുന്നത്. എൻ്റെ പൂർണ്ണത മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ച് കൊടുക്കേണ്ട ഒന്നാണ്. പങ്കുവയ്ക്കുന്നതിലൂടെ ഒട്ടും കുറഞ്ഞു പോകാത്ത ഒന്നാണ് മനുഷ്യജീവിതം. അതാണ് കഥാകൃത്തിൻ്റെ കാഴ്ചപ്പാട്. കഥാകൃത്തായ കർത്താവീശോ പിതാവിൻ്റെ ഹൃദയം അടുത്തറിഞ്ഞവൻ ആയതിനാൽ ഈ കഥ പിതാവിനെക്കുറിച്ചും പിതൃഭവനത്തെക്കുറിച്ചുമുള്ള ഒരു ദൃക്സാക്ഷി അവതരണമാണ്. അങ്ങനെ അവസാനം അത് ദൈവഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തലാകുന്നു. ഏവരും ഹൃദയവേദനയായി ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന സ്വർഗീയ ഭവനത്തിൻ്റെ വെളിപ്പെടുത്തൽ കൂടെയാണ് ഈ ഉപമ. കഥയുടെ ഒഴുക്ക് നഷ്ടപ്പെടുത്താതെ കഥ മുഴുവൻ ഒറ്റയിരിപ്പിൽ വായിക്കണം. എന്നാൽ സമയമെടുത്ത് വായിക്കണം. വായിക്കുമ്പോൾ നമ്മിൽ ഭാവന വിടരണം. ഓർമ്മയുടെയും പ്രതീക്ഷയുടെയും തലങ്ങളിലേക്ക് കഥ നീളണം. അപ്പോൾ അത് നമ്മുടെ ആത്മകഥയാകും. കഥയിൽ ഉടനീളം ഒരു ഏലിയനേഷൻ അല്ലെങ്കിൽ അന്യവൽക്കരണത്തിൻ്റെ വഴിച്ചാലുകൾ കാണുന്നില്ലേ? തന്നിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നുമുള്ള അകന്നുപോകൽ, ബന്ധങ്ങളിൽ നിന്നുള്ള അകന്നുപോകൽ, ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്ന ഏകാന്തത, ഇവയൊക്കെയല്ലേ കഥയിൽ ഉടനീളം നമ്മൾ കാണുന്നത്? പങ്കുവയ്ക്കുവാനും പങ്കുപറ്റുവാനുമുള്ള വിമുഖതയല്ലേ അതിന് കാരണം? സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലേക്ക് വളരുവാൻ ഒരുവൻ എത്രത്തോളം അലഞ്ഞു നടക്കേണ്ടി വരുമെന്നും കഥ ക്രമേണ വെളിവാക്കുന്നില്ലേ? അവസാനം എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നത് കണ്ടുപിടിക്കുന്നതുവരെ നമ്മുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. കാരണം ഹൃദയം തന്നെയാണ് സ്വാതന്ത്ര്യം തേടുന്നത്. നൈമിഷികതയിലൂടെ നേടാവുന്ന ഒന്നല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം. ഒരുവൻ സ്വതന്ത്രമാകേണ്ടത് തന്നിൽ നിന്ന് തന്നെയാണ്. സ്വാർത്ഥതയാണ് എൻ്റെ തന്നെ മുഖംമൂടി അണിഞ്ഞ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് യഥാർത്ഥ ഞാനല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് പോയ ഇടത്തേക്ക് എന്നിലേക്ക് എന്നെ താങ്ങി നിൽക്കുന്ന കൂട്ടായ്മയിലേക്ക് എനിക്ക് തിരിച്ചെത്തുവാൻ സാധിക്കുന്നത്. അതിന് ഭവനം എന്ന പേര് കൊടുത്താൽ ജീവിതത്തിലെ അലച്ചിലിന് ഗൃഹാതുരത്വം എന്ന അർത്ഥമുണ്ടാകും. ഇവിടെ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ആത്മകഥമാകുന്ന വാക്കുകളുടെ അർത്ഥം വെളിവാകും. ദൈവമേ, നിന്നിലേക്കായി നീ എന്നെ സൃഷ്ടിച്ചു. നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ഈ ആത്മകഥം നമ്മൾ ഓരോരുത്തരുടെയും ആത്മകഥമല്ലേ?
കുംഭസാരം കൺഫെഷൻ എന്ന പേരിലാണ് തൻ്റെ ആത്മകഥയായി തൻ്റെ ഉൾക്കാഴ്ചകൾ അഗസ്തീനോസ് ആവിഷ്കരിച്ചത്. ധൂർത്തപുത്രൻ്റെ ഉപമയും ഒരു ആത്മകഥയുടെ ആവിഷ്കാരമാണ്. ഒരു പിതാവാണ് തൻ്റെ മക്കളുടെ കഥ പറയുന്നത്. ഇരുമക്കളോടും തുല്യ അടുപ്പവും തുല്യ അകലവും കാത്തുസൂക്ഷിക്കുന്ന ഒരു പിതാവ്. ഈ അകലം ഏവർക്കും ഇടം കൊടുക്കുന്നതിനാവശ്യമായ അകലമാണ്. അവിടെയാണ് സ്വാതന്ത്ര്യം നിർവചിക്കപ്പെടുന്നത്. സ്വാതന്ത്ര്യാവിഷ്കരണത്തിന് ഇടം വേണം. മറ്റുള്ളവരുമായി ബന്ധപ്പെടുവാനുള്ള ഇടം കൂടിയാണിത്. പിതാവേ, സ്വർഗത്തിനെതിരായി നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു എന്ന ഏറ്റുപറച്ചിൽ ആണ് ഈ ഉപമയിലെ മർമ്മപ്രധാനമായ പഠന വിഷയം. ജീവിത വഴിയെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിലാണ് കഥാതന്തു. തെറ്റായ വഴിയെ സഞ്ചരിച്ച് പിതൃഭവനത്തിൽ നിന്നും പിതാവിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിലാണ് പാപമായി കഥാവസാനം വെളിപ്പെടുന്നത്. ഹൃദയം നിർജീവമാകുന്നതെന്തും പാപമായി രൂപാന്തരപ്പെടുന്നു. ജ്യേഷ്ഠ സഹോദരൻ്റെ മനോഭാവത്തിലും അത് ആദ്യാവസാനമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സഹോദരൻ്റെ സംരക്ഷകനാണോ എന്ന കായേൻ്റെ ചോദ്യവും ഈ ജ്യേഷ്ഠ സഹോദരൻ്റെ മനോഭാവത്തിലും നിഷ്ക്രിയത്വത്തിലും ഉണ്ടായിരുന്നു. അവൻ അനുജനെ തേടിപ്പോയില്ല. തിരിച്ചു വന്നപ്പോൾ സ്വീകരിക്കുവാനും വിസമ്മതിച്ചു. ഇന്ന് നമ്മെ ഏറ്റവും അലോസരപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും നമ്മുടെയും മറ്റുള്ളവരുടെയും പാപവും പാപാവസ്ഥയുമാണ്. നാം ശ്വസിക്കുന്ന വായുവും അന്തരീക്ഷവും ശുദ്ധമല്ല. ആ അവസ്ഥയെയും പാപമെന്ന് വിശേഷിപ്പിക്കാം. എല്ലാവരും ശ്വസിക്കുന്നത് ഈ വായുവാണ്. എല്ലാവരുടെയും ആരോഗ്യത്തെ ബാധിക്കുന്നത് മലീമസമായ ഈ അന്തരീക്ഷമാണ്. അങ്ങനെയും നമുക്ക് പാപത്തെയും പാപാവസ്ഥയെയും നിർവചിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരെ എന്നിൽ നിന്നും അകറ്റി നിർത്തുന്ന, മറ്റുള്ളവരിൽ നിന്നും ഞാൻ അകന്നു പോകുന്ന മനോഭാവവും പാപമാണ്. അതിൽ ബന്ധങ്ങളുടെ വിച്ഛേദിക്കലുണ്ട്. ബന്ധങ്ങൾ മുറിയുമ്പോൾ ബന്ധപ്പെടൽ അസാധ്യമാകും. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കെന്നോ കണക്ഷൻ എന്നോ റിസപ്ഷനോ എന്നോ ഒക്കെ പറയുന്നത് പോലെ അതില്ലാതാകുന്ന അവസ്ഥയെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അത് ഹൃദയത്തിൻ്റെ മരവിക്കലാണ്. ഹൃദയകാഠിന്യം മുഴുവൻ ഉളവാക്കുന്നത് അത് ഹൃദയം ഖനീഭവിച്ച് കല്ലുപോലെ ആകുമ്പോഴാണ്. അതിലൂടെ ജീവനും സ്നേഹവും പ്രവഹിക്കാത്തപ്പോഴാണ്. അങ്ങനെ പാപം അകൽച്ചയിൽ അകപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. പരസ്പരമുള്ള ഏറ്റുപറച്ചിലാകണം പാപമോചനത്തിലേക്ക് നയിക്കുന്ന വഴി. ദൈവത്തോടും സഹോദരങ്ങളോടുമാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും എന്ന അടിസ്ഥാന പ്രമാണത്തിന് എതിരാണ് എല്ലാ പാപവും. ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള എല്ലാറ്റിനോടും അകൽച്ചയും വിദ്വേഷവും നിലനിർത്തുന്നതും പാപമാണെന്ന് ഇവിടെ കൂട്ടിച്ചേർക്കണം. അതാണ് സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്ന ഏറ്റുപറച്ചിലിൻ്റെ വിശാലാർത്ഥം. അതായത് ദൈവരാജ്യത്തിനെതിരെ ഞാൻ പാപം ചെയ്തു പോയി എന്ന വിശദീകരണം. സമ്പത്തിനെക്കുറിച്ചും അതിൻ്റെ സ്വാതന്ത്ര്യമോ സ്വാർത്ഥമായ ഉപയോഗത്തെ സംബന്ധിച്ചും ഈ ഉപമയിൽ പരോക്ഷമായ പരാമർശമുണ്ട്. ഇളയ സഹോദരൻ ആവശ്യപ്പെടുന്നത് സ്വത്ത് വീതം വെച്ച് തനിക്കുള്ളത് സ്വന്തമായി കിട്ടണമെന്നാണ്. അത് അവൻ ധൂർത്തടിക്കുന്നു. അതവൻ സ്വാർത്ഥപരമായി ചെലവഴിക്കുന്നു. മൂത്ത മകൻ അധ്വാനത്തിൻ്റെയും സമ്പാദ്യത്തിൻ്റെയും അടിമയാകുന്നു. അവനും പങ്കുവയ്ക്കുവാൻ വിസമ്മതിക്കുന്നു. ജീവിതത്തിൽ പങ്കുപറ്റാൻ വിസമ്മതിക്കുന്നിടത്താണ് മറ്റുള്ളവരെ ജീവിതത്തിൽ നിന്നും വിച്ഛേദിക്കുന്നിടത്താണ് പാപം പ്രത്യക്ഷപ്പെടുന്നത്. ഈ വിച്ഛേദിക്കൽ പാപമാണ്. സമ്പാദ്യങ്ങൾക്ക് താൽക്കാലികതയുണ്ട്. അവ കടന്നുപോകും. ഉറുമ്പരിക്കാത്തതും ചിതൽ തിന്നാത്തതുമായ സമ്പാദ്യം സ്വർഗത്തിൽ സമാഹരിക്കുക എന്ന കർത്താവിൻ്റെ വാക്കുകളും സമാപന ചിന്തകളായി ഇവിടെ കൂട്ടിച്ചേർക്കാം. ഈ ഉപമയുടെ ആകമാനാർത്ഥവും മനോഹാരിതയും ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഹൃദയങ്ങൾ വിശാലമാകണം. കരുണയുടെ സാർവത്രിക മാനങ്ങളിൽ നമ്മൾ കണ്ടെത്തണം. ദൈവമക്കൾ എന്ന ഉന്നതമായ സ്ഥാനവും അംഗീകാരവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വർഗം ഭൂമിയെ സ്പർശിക്കും. അതാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം. സഹോദരങ്ങൾ ഒന്നിച്ച് ആയിരിക്കുന്ന ഇടമാണ് സ്വർഗരാജ്യം എന്ന ചിന്തകളോടെ ഇന്നത്തെ സുവിശേഷ ചിന്തകളെ നമുക്ക് സമാഹരിക്കാം. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ.